എന്റെ കർത്താവേ, അയ്യോ. നീ എന്നത്താണ് ഇപ്പൊ എഴുന്നേറ്റ്? അമ്മച്ചി എത്ര എഴുന്നേറ്റ്? എന്നെ പോലാണോ നീ? കുറെ നേരം മുട്ടുകുത്തി നിന്നാലേ എനിക്ക് നെഞ്ചിനകത്ത് വേദന എടുക്കുന്ന എനക്ക് അറിഞ്ഞുകൂടെ? അവിടെ ഇരുന്ന് മുഴുവനും പ്രാർത്ഥിച്ച് നൊവേന എത്തിച്ചിട്ട് എഴുന്നേറ്റാ മതി. ഞാനിപ്പോ എന്നാ ചെയ്യണമെന്ന് അയിനാശ് പറയുന്നേ? അപ്പം പിടിച്ച മുയലിന് രണ്ട് ചെവി എന്ന് പറഞ്ഞാ ഞാനിപ്പോ എന്താ ചെയ്യാ? മുയലിന് പിന്നെ 2 ചെവി അല്ല 4 ചെവിയാ. അത് പോട്ടെ അപ്പനും അമ്മയും നമ്മളെല്ലാവരും കൂടി അവനെ കൂട്ടിക്കൊണ്ടുവരാ. അത് തന്നെ. എന്റെ പട്ടി പോവും. പട്ടി പോയിട്ട് എന്താ കാര്യം? അപ്പം പോണം. ഈനാശു, നമ്മൾ തമ്മിൽ ഇതേവരെ ഒരു പ്രശ്നവും ഇല്ല. ഇനി ഈ കുരുത്തം കെട്ടവന്റെ പേരില് നമ്മൾ അമ്മായി അപ്പനും മരുമോനും തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. നിങ്ങൾ എന്നതായി പറയുന്നത്? മക്കളെ തോപ്പിച്ചിട്ട് എന്നെ കിട്ടാനാ? ഒക്കെ കർത്താവിന്റെ നാമത്തിലൊക്കെ മറക്കണം അല്ലേ ഈനാശു? ഇക്കാര്യത്തിൽ നീ ഇടപെടരുത്. താമരശ്ശേരി കുര്യച്ചൻ തറവാട്ടുകാരൻ ക്രിസ്ത്യാനിയാടി. 2-3 അച്ഛന്മാരും കന്യാസ്ത്രീകളും ഉണ്ടായിട്ടുള്ളതായി കുടുംബത്തിൽ നിന്ന്. തിരുസഭയിൽ വരെ സ്ഥാനമുള്ളവനായി കുര്യച്ചൻ. എന്റെ മുഖത്ത് അവൻ കരിവാരി തെച്ചിട്ട് ഇറങ്ങി പോയത്. എന്നിട്ട് ഞാനത് മറക്കണം അല്ലേ? പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പെണ്ണുങ്ങളുടെ പ്രസവകാര്യം പള്ളി പോയി പറഞ്ഞിട്ടെന്ന കാര്യം? ഇത് നല്ല കുത്ത്. ദണ്ണ എനിക്കാ ഈനാശു. ആദ്യമായിട്ടാണ് കുടുംബത്തിലൊരു കുഞ്ഞിക്കാല് പറക്കാൻ പോകുന്നത്. അത് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതായിപ്പോയി. എടി, അങ്ങനെ ഒരു മകൻ നമുക്കില്ല. റേഷൻ കാർഡിൽ നിന്ന് വരെ അവന്റെ പേര് ഞാൻ വെട്ടിക്കളഞ്ഞതാ. മക്കളില്ലാത്തത് കൊണ്ട് ഒരു അപ്പന്റെ വിഷമം എന്താണെന്ന് നിനക്കറിയത്തില്ല. 10-40,000 രൂപ ചെലവാക്കിയാണ് ഞാൻ അവനെ പഠിപ്പിച്ചത്. ആ നേരത്ത് 10 തെങ്ങിൻ തൈ വെച്ചെങ്കിൽ ഇപ്പൊ കാശത്രയാനെ. തേങ്ങയ്ക്ക് ഇപ്പോ അപ്പം വിചാരിക്കുന്ന അത്ര വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ട് ആ വർത്താനം പറയണ്ട. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അവിടെ പോകും. റോസിനെയും കൊണ്ടു വരുന്നത് പറ്റേ. ഇറങ്ങി വാടി മോളെ. നിങ്ങൾ ആദ്യം ചെല്ല്. നിന്റെ ഈ വെടക്ക് സ്വഭാവം എനിക്ക് പിടിക്കാത്ത. നീ ഇല്ലെങ്കിൽ ഞാനുമില്ല. എന്നാ ജോസേ, വണ്ടി ഞാൻ കുടിക്കൂട്ടെ. ഓ, എന്നങ്ങോട്ട് ഇറങ്ങ. ചേച്ചി ചേച്ചി എന്നാ ഇത്? നീ എന്നാ വടിപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? അല്ലെ എന്നാ അളിയാ കാര്യം? കൊറേ കുശുമ്പും കുന്നായ്മയൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ, കരഞ്ഞു തീർക്കട്ടെ. ചേച്ചി ഞാൻ പറയുന്നത് വേണ്ടടാ. നിന്റെ സ്നേഹമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചുമന്നോണ്ട് കിടന്ന് വളർത്തിയതാ നിന്നെ. എന്നോട് നീ ഇങ്ങനെ ചെയ്തല്ലോ. അയ്യോടി, ഞാൻ എന്നായി പറയുന്നേ? നീ എന്നാ ചെയ്തെന്നോ? ചേച്ചി ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് ഇത്രയും കാലമായിട്ട് നീ അന്വേഷിച്ചോടാ. ചേച്ചിയെ പറ്റി എന്നും ഇവിടെ പറയാറുണ്ട്. എന്നോട് ദേഷ്യം തോന്നരുത്. നാത്തൂനോട് എന്നത്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നേ? നോക്കി നിൽക്കാതെ ആ കാറിന്റെ പുറകെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എഞ്ഞെടുത്തേ. വാ നാത്തൂനെ. അങ്ങനെ 2 വർഗീയ ശത്രുക്കൾ ഒന്നായി. അപ്പൊ കൂട്ടാ എങ്ങനെയൊക്കെ ഉണ്ട്? തരക്കേടില്ല. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇതുവരെ? ഒരു പ്രശ്നമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ആ കാറിന്റെ ഡിക്കിൽ കുറച്ച് സാധനങ്ങൾ അവള് വെച്ചിട്ടുണ്ട്. അത് എടുത്തിട്ടോ. അളിയോ വാനേ. ഇതെന്നാ പരിപാടിയാ? നിങ്ങളോട് ഞങ്ങള് പിന്നിരുന്നോളാം. എന്റെ മോന് ഞാനൊന്ന് വിളമ്പി തന്നിട്ട് എത്ര നാളഴിഞ്ഞു കൊണ്ടാ. കേട്ടോ നാത്തൂനെ? കൊച്ചിലെ പള്ളിക്കൂടത്തിൽ പോകുമ്പോ ചോറ്റുപാത്രത്തിൽ ചോറ് നിറയ്ക്കുന്നതേ ഞാൻ തന്നെ വേണോന്ന് അവന് വലിയ നിർബന്ധമാ. അമ്മച്ചി ചോറ് നിറച്ച് കൊച്ചു കള്ളം കൊണ്ടുപോകത്തില്ല. എന്താ കാര്യം അറിയാമോ സരസു? ചേച്ചിയാണല്ലേ പാത്രത്തിൽ ചോറ് നിറയ്ക്കുന്നതിനിടയ്ക്ക് താറാമുട്ട പുഴുങ്ങി ഒരെണ്ണം എടുത്തു വെക്കും. അമ്മച്ചി അറിയാതെ. ഇനിയിപ്പോ സരസ്വതി ടീച്ചർ കാണാണ്ട് ഇവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമോ? ഈ പച്ചക്കറി മാത്രം കൂട്ടിട്ട് എങ്ങനെയാ ഊണ് കഴിക്കുക? അല്ലേ അപ്പൊ കൂട്ടാ? അതിപ്പോ വിശ്വാസവഞ്ചനക്ക് മുമ്പ് ഞാൻ കൂട്ടുന്നിട്ടില്ല. അത് എനിക്കറിയാലോ. നാത്തോന്നിരിക്കുന്നേ. അയ്യോ വേണ്ട ചേച്ചി. അങ്ങോട്ടിരിക്കുന്നു. നീ ഇവിടെ വന്നു നിന്റെ അപ്പൻ അറിഞ്ഞ റേഷൻ കാർഡിൽ നിന്ന് നിന്റെ പേരും വെട്ടും. ഓ പിന്നെ വെട്ടിയപ്പോ എനിക്കെന്നാ തേങ്ങിയാ? ഞാനിപ്പോ അപ്പന്റെ ഇലകളൊന്നും അല്ലല്ലോ കഴിയുന്നേ. അങ്ങനെ പറ. എന്റെ തോമസ് കുട്ടിയും അവന്റെ കെട്ടിയോളെയും കാണാൻ എനിക്ക് ആരുടെ അനുവാദം ഒന്നും വേണ്ട. അളിയനിപ്പൊ എന്നാ പറയുന്നത്? ഇപ്പൊ വാദി വൃത്തിയായി.
റോസി, നമ്മുടെ സിരകളിൽ ഓടുന്നത് ക്രൈസ്തവ രക്ത. എന്നാ രക്തം ഓടിയാലും എനിക്കൊരു കുന്തോ ഇല്ല, അല്ലേ നാത്തൂനെ? ഇനി അപ്പനും കൂടി ഒന്ന് ഇളകി കിട്ടിയാൽ മതി. അപ്പനവിടെ കുരങ്ങും അവനെ പിടിച്ചോണ്ടിരിക്കട്ടെന്നേ, അല്ലേ തോമസൂട്ടി? എന്നല്ലാണ്ട്. ടീച്ചറെ, ടീച്ചറുടെ വീട്ടിലും ഞാൻ ഒരു ദിവസം ചെന്ന് മുട്ടുന്നുണ്ട്. ദേ, ഇത് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ വേഗം ചോറ് കാര്യം ഉണ്ടെന്നേ, നമുക്ക് പോവണ്ടായോ? സൗകര്യമായിട്ട് വർത്താനം പറയാൻ ഇനി എപ്പോഴും വരാമല്ലോ, ഇല്ലേ തോമസൂട്ടി? പപ്പടം വേണോ? മതി. ഈ നാരായണയുടെ വിടേതാ? ഈ നാരായണയരോ ഈ കെ നാരായണയരോ? അയ്യോ, ഈ എന്ന് പറഞ്ഞത് ഇനീഷ്യലല്ല, നമ്മൾ സാധാരണ ഈ എന്ന് പറയില്ലേ, അങ്ങനെ പറഞ്ഞതാ. തെളിച്ചു പറയൂ. ഒരു ക്രിസ്ത്യാനി ചെറുക്കൻ ഇവിടുന്ന് ഒരു സരസ്വതി ടീച്ചറെ കല്യാണം കഴിച്ചില്ല. അതെ, ആ നാരായണയുടെ വിട ചോദിച്ചു. ഓ അതാ. ഓ മാനസ സഞ്ചരേ ബ്രഹ്മണി, മാനസ സഞ്ചരേ ബ്രഹ്മണി, മാനസ സഞ്ചരേ ബ്രഹ്മണി, ആരുമില്ലേ ഇവിടെ? മാനസ സഞ്ചരേ. யாருது? உள்ள வாங்கோ வாங்க வாங்கோ, உட்காருங்கோ, இരിക്കൂ. കച്ചേരി ബുക്ക് ചെയ്യാൻ വന്നായിരിക്കും അല്ലേ? സ്ഥലം എങ്കിൽ സമയപ്പോ ബഡ്ജറ്റിൽ തന്നെ റേറ്റ് വെച്ചിരിക്ക്. കുടുങ്ങി എന്റെ ഈശോയെ. സ്വാമി, ഈ നാരായണയ്യര് என் பிரதன்லோ. ஆனா அவனுக்கு சங்கீதத்தை பற்றி ஒன்னும் அறியிല്ല. இந்த ஃபேமிலியில ஆக உள்ள ஒரே ஒரு முஷ்டன் நான் தான், ശ്രീനിവാസ് അയ്യർ. ഷീമാച്ചു എന്ന് വിളിക്കും. யாரு? என் കച്ചേരി ബുക്ക് പണി വന്നതാക്കും. ഇവിടുത്തെ നാരായണയ്യർ. ഓ, വണക്കം. വണക്കം. ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. അപ്പൊ എന്നെയല്ലയാ? എന്നാ വിഷയം? ഞാനിപ്പോ ഇരിഞ്ഞാലക്കുടയിൽ വരിക. എന്റെ പേര് ഇനാശു. സരസ്വതിയെ കല്യാണം കഴിച്ച തോമാസ് കുട്ടി എന്റെ അളിയനാ. സരസ്വതിയുടെ ഭർത്താവിന്റെ അളിയൻ, അതായത് ബ്രദറിലോ. അവര് പേസിട്ടും നിർത്ത്. തിന്നാൻ വരല്ലേ? ഏതായാലും വന്നു. ഇനി പറയാനുള്ളത് പറഞ്ഞിട്ടേ പോണുള്ളൂ. അവളെ പറ്റിയൊന്നും ഞങ്ങൾ കേൾക്കണ്ട. അങ്ങനെ ഒരു മകൾ എനിക്ക് ജീവിച്ചിരിപ്പില്ല. ഇവൻകിட்ட என்னன்னா பேச்சு? இந்த ஆளை வெளியில போ சொல்லு. ഏതാ ഈ മരക്കുരിശ്? സരസ്വതിയുടെ അമ്മ? ഏയ്, സരസ്വതിയുടെ അമ്മ മരിച്ചിട്ട് നാളെ എത്രയായി? ഇത് മാമി, അണ്ണൻ തങ്കച്ചി. എപ്പോ ഇപ്പിടുത്ത ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കും. കലബല 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 കലബല. சீமாச்சு, நம்ம குடும்பத்துக்கு அவமானம் பண்ணவங்ககிட்ட உனக்கு என்னடா பேச்சு? പെങ്ങളെ ഞാനൊന്ന് പറയട്ടെ. സരസ്വതിയും തോമാസുട്ടിയും കല്യാണം കഴിച്ചോണ്ട് തൃശ്ശൂരോ കോട്ടയത്തോ തിരുവനന്തപുരത്തോ ഇവിടെ ഒന്നും ആകാശം ഇടിഞ്ഞൊന്നും വീണിട്ടില്ല. പിന്നെ താമരശ്ശേരി കുരിയച്ചന്റെ വീടിന്റെ മുകളില് ഒരു ചെറിയ വിള്ളലുണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിള്ളലൂടെ ഇവർക്ക് ഭർത്താവില്ലേ? ഇല്ല, ഉപേക്ഷിച്ചു പോയി. അയ്യോ, കഷ്ടായി പോയി. അല്ല, ഉണ്ടെങ്കിൽ അയാളുടെ ചവിട്ടത്ത് 2 പൂശുകുശായിരുന്നേ. അമ്മ്യാര് പെണ്ണിനൊരു നസ്രാണി കെട്ടിന്ന് വെച്ച് ഒരു സംഗതി നടക്കാതിരുന്നിട്ടില്ല. അവളിപ്പൊ ഗർഭിണിയാ. ആ വിവരം ഒന്ന് പറയാന്ന് വെച്ചാ ഞാൻ ഇവിടെ വരെ വന്നത്. ഏതായാലും ഇത്രത്തോളായി. ഇനി എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാ നമുക്കൊരു കുടുംബം പോലെ കഴിയാം. സ്വാമി ഒന്ന് ആലോചിക്ക്. പാട്ടുകാരെ ഞാൻ പോട്ടെ, അമ്മയാരെ പോട്ടെ. ഒന്നവിടെ നിൽക്കൂ. സരസ്വതിയുടെ വിലാസം നിനക്ക് തരാമോ? എന്തിനാ അമ്മയാർക്ക് അവിടെ തുള്ളാനാ? എനക്കാക്കും. അവൾ എന്റെ ശിഷ്യയാണ്. ഞാൻ പാടുന്നു കേട്ടാണ് അവൾക്ക് സംഗീതവാസം ഉണ്ടായത് തന്നെ. അപ്പൊ നിങ്ങൾക്ക് അയിത്തൊന്നുമില്ല? എന്താ അയിത്തം? അഷ്ടി തന്നെ കഷ്ടി. അപ്പോ അയിത്തം നോക്കി നിൽക്കാൻ പറ്റുമോ?